അങ്കിയും പറയുന്നു കുന്നത്തുങ്കലം ചൂടും ദേവൻ തന്നുടേ പിതൃവ്യനായ ശങ്കരപ്പിള്ളയാർ പോറ്റി നിന്നെ ഞാൻ വണങ്ങുന്നേൻ സന്തോഷിച്ചരുൾ തരേണം ഗോമയൻ ശുദ്ധമാക്കി ശക്തി മുൻനിർത്തി ഗണപതിക്ക് പുഷ്പമിട്ട് വന്ദിക്കുന്നു. ഓം ദ്യാഹീത്കാളീം മഹാകായാം പ്രനേത്രാം ബഹുരൂപിണീം നരമുണ്ടം തഥാഗദ്ധം കമലം ജവരവന്തത ചതുർഭുജാം ചലജ്ജിഹ്വാം പൂർണ്ണചന്ദ്രവിഭാനനാം നീലോൽപലദളശ്യാമാം ശത്രുസംഘ വിദാരിണീം നിർഭയാം രക്തവദനാം ദംഷ്ട്രാളീം ഘോരരൂപിണീം സാട്ടഹാസനിരസ്താരീം സർവദാം ജദിഗന്ധരീം ശവാസനസ്ഥിതാം ദേവീം മുണ്ടമാലാം വിഭൂഷണാം ഘോരരൂപാം ഭീഷണാസ്യാം മഹാകാളീം അഹം സ്മരീത്. നമസ്കാരം. മുടിപ്പുരയുടെ വിശേഷങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. മുടിപ്പുരയ്ക്ക് പ്രധാനമായിട്ടും രണ്ട് നടയാണുള്ളത്. മുടിപ്പുര എന്ന് പറയുന്നത് ക്ഷേത്രമല്ല, പുര തന്നെയാണ്. അത് ദേവി ഇരിക്കുന്ന ഒരു അറപ്പുര പോലെ ഉള്ളതാണ് മുടിപ്പുരകൾ. മുടിപ്പുരയ്ക്ക് പ്രധാനമായിട്ടും രണ്ട് നടകളാണ് വരുന്നത്. കിഴക്കേ നടയിൽ ബ്രഹ്മസ്ഥാനം എന്നാണ് പറയുന്നത്. വളരെ പഴക്കമുള്ള മുടിപ്പുരകളിൽ അവിടെ പീഠത്തിന്റെ മുകളിൽ കലമാൻ കൊണ്ട് വാള് ശൂലം അത്തരത്തിലുള്ള സങ്കല്പങ്ങളാണ്. പിന്നെ കൂടുതലായിട്ടുള്ള ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ദേവിയുടെ പടച്ചട്ട സങ്കല്പത്തിൽ മുലയാരം വെക്കുക, അതുപോലെ ചിലമ്പ് വെക്കുക, ശംഖ് വെക്കുക, അങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ പലയിടത്തും കലമാൻ കൊണ്ടുകൾ മാറ്റിക്കളയുകയോ അതിന് പകരം പ്രതിഷ്ഠാദി കാര്യങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തുകയൊക്കെയാണ് ചെയ്തു വരുന്നത്. പിന്നീട് അതുപോലെ ആ കിഴക്കേ നടയിൽ ബ്രഹ്മസ്ഥാനം എന്ന ദേവിയുടെ മൂലസ്വരൂപത്തിന്റെ ഒരു സങ്കല്പവും വടക്കേ നടയിലാണ് തിരുമുടി അഭിമുഖമായിരിക്കുന്നത്. അപ്പോൾ ഈ തിരുമുടിക്ക് തന്നെ വളരെയധികം പ്രത്യേകതകളുണ്ട്. ആ തിരുമുടിയുടെ നിർമ്മാണത്തിന് പ്രത്യേകമായിട്ടുള്ള കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പറഞ്ഞു കേട്ടിട്ടുള്ളത് നമ്മുടെ അഗസ്ത്യ മുനി എഴുതിയ സരസൂത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ആധികാരികമായിട്ട് തിരുമുടി നിർമ്മാണത്തിനെ പറ്റിയുള്ള ചില പരാമർശങ്ങളുണ്ടെന്നാണ്. അതിന് എത്ര കലകൾ വേണം, എന്തൊക്കെയാണ് അതിന്റെ വിശേഷ വിധികൾ എന്നൊക്കെയുള്ള രീതിയിൽ പരാമർശങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോ നമ്മുടെ ഒരു പൊതുവിലുള്ളൊരു സിദ്ധ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു തിരുമുടിയുടെ വിധാനങ്ങളെല്ലാം വരുന്നത്. തിരുമുടി 16 കലകളാണ് വരുന്നത്, 16 പീസുകളാണ് അതിൽ വരുന്നത്. ഒരു മണിത്തിരുമുടിയും പിന്നെ ബാക്കി വരുന്ന 15 കലകൾ. ഒന്ന് അത് നമ്മുടെ സോമകലയുമായി ബന്ധപ്പെട്ട് 16 കലകളാണ്. പിന്നെ ദേവി മഹാഷോഡശിയാണ്. ഈ ദേശകാല അടിസ്ഥാനത്തിൽ പല വിധത്തിലുള്ള വിശേഷങ്ങളും അല്ലെങ്കിൽ പ്രത്യേകതകളും നമുക്കറിയാം. ഒരു മുടിപ്പുരയിലുള്ള അതേ വിധാനമല്ല മറ്റൊരു മുടിപ്പുര, എന്നാൽ എല്ലാത്തിൻ്റെയും ഫ്രെയിംവർക്ക് ഒന്ന് തന്നെയാണ്. ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ദേവിയെ ഷോഡശി സങ്കല്പത്തിലാണ് ആചാര്യന്മാർ വച്ചിട്ടുള്ളത്. മഹാഷോഡശി എന്നുള്ള സങ്കല്പത്തിലാണ് ഈ തിരുമുടിയുടെ ഭദ്രകാളി ആരാധന വരുന്നത്. അതിൽ പ്രധാനമായിട്ടും ഷോഡശ മുദ്രകള്, ഷോഡശ ആചാരങ്ങള്, ഇതൊക്കെ തന്നെയാണ് അതിൽ വരുന്നത്. പിന്നെ നമ്മുടെ ഗുരുശിക്കൊക്കെ 16 കണ്ടമിടുക, അതും 16, പിന്നെ 32, പിന്നെ 64, അത്തരത്തിലാണ് ഇതിന്റെ വിശേഷങ്ങളെല്ലാം. ഗുരുശിക്കായാലും മറ്റു കർമ്മങ്ങൾക്കായാലും ഈ ഒരു കണക്കിലാണ് ഇത് പൊതുവെ ശരിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോ 16 കളമിടുന്നതിന് നമ്മൾ പൊതുവെ അതിനൊരു പേര് പറയുന്ന അർക്കപുടം എന്നുള്ളതാണ്. അർക്കപുടം ഇടുക എന്നുള്ളതാണ് ദേവീ സങ്കല്പത്തിൽ നമ്മൾ പൊതുവിൽ പറയുന്ന ഒരു സമ്പ്രദായം. അതിൽ വയ്ക്കുന്നതും 5 സാധനങ്ങളാണ്. അത് അത്തരത്തിലുള്ള കുറേ രഹസ്യമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ തിരുമുടി സമ്പ്രദായത്തിലാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ തിരുമുടി സമ്പ്രദായം എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ടലല്ല എന്ന് സാരം. അപ്പോ അതിനൊരു പ്രത്യേകമായ ആചരണ പദ്ധതിയുണ്ട്. ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ തന്നെ ഉള്ള ഒരു വിധാനം, കവളത്തിലുള്ള ഒരു ആചരണ പദ്ധതിയാണ് തിരുമുടി സമ്പ്രദായം എന്ന് പറയുന്നത്. പിന്നെ 2 നടയുടെ വിശേഷം ആണ്. ഈ 2 നടയില് ചില സ്ഥലങ്ങളില് ഈ കിഴക്കേ നടയിൽ കാണുന്ന കലമാൻ കൊമ്പിന്റെ ഒരു ആചരണ പദ്ധതി അല്ലെങ്കിൽ സങ്കല്പമുണ്ട്. കിഴക്കേ നട എന്ന് പറയുന്നത് ദേവിയുടെ ബ്രഹ്മസ്ഥാനം ആണ്.
ബ്രഹ്മസ്ഥാനങ്ങൾ മൂലസ്വരൂപത്തിൽ എന്താണോ ദേവി, ആ ദേവിയെയാണ് നമ്മൾ കിഴക്കേ നടയിൽ ആചരിക്കുന്നത്. പണ്ട് ഈ കലമാൻ കൊമ്പിന്റെ ആചരണ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട പരാമർശമുള്ളൊരു ഗ്രന്ഥം തൊൽക്കാപ്യമാണ്. തൊൽക്കാപ്യർ എഴുതിയ തൊൽക്കാപ്യം, അത് AD 3-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. അതിൽ നമ്മുടെ ഈ പ്രദേശങ്ങളെ, പ്രത്യേകിച്ച് തമിഴ് പ്രദേശങ്ങളെ ഒരു പല മേഖലകളായി തിരിച്ച ഒരു സമ്പ്രദായമുണ്ട്. പാലൈ, മുല്ലൈ, കുറിഞ്ഞി, അങ്ങനെ അത്തരത്തിൽ വിഭാഗം തിരിച്ചിട്ടുണ്ട്. അതിൽ പാലൈ പ്രദേശത്തെ അതിദേവത എന്ന് പറയുന്നത് കൊറ്റവയാണ്. കൊറ്റവ എന്ന് പറയുന്നത് യുദ്ധദേവതയാണ്. അതിന്റെ പരാമർശമൊക്കെ പൊന്നിയിൻ സെൽവൻ എന്ന് പറയുന്ന ഒരു ഫിലിമിലൊക്കെ അത് വളരെ റിസർച്ച് ചെയ്ത് അത് പരാമർശിച്ചിട്ടുണ്ട് കൊറ്റവയെ പറ്റിയൊക്കെ. കൊറ്റവ എന്ന് പറയുന്ന വാക്കിനർത്ഥം, കൊറ്റ എന്ന് പറഞ്ഞാൽ അന്നമെന്നും വീര്യം, അതായത് വീരം, നമ്മുടെ ധൈര്യം എന്നൊക്കെ അർത്ഥമുണ്ട്. അതുപോലെ കൊറ്റവയ്ക്ക് കൂടെ പറയുന്ന ഒരു പേരാണ് കോറവൈ. ഈ കോറവൈ എന്ന് പറയുന്നതും കൊറ്റവൈ എന്ന് പറയുന്നതും ഒരാൾ തന്നെയാണ്. ശിവന് തത്തുല്യമായ ദേവീഭാവം, ഫെമിനൈൻ എനർജി എന്നാണ് കൊറ്റവയെ വിശേഷിപ്പിക്കുന്നത്. ഭൂതപ്രേത പിശാചുകളാൽ ചുറ്റപ്പെട്ടവളാണ് ആ ദേവി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ കോറവ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് കൊരവ ഉണ്ടായത്. ഈ പൊങ്കാല ഇടുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷം വരുമ്പോഴും കൊരവ ഇടുക എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. അത് ദേവിയുടെ യുദ്ധകാഹളം, ആ വീര്യത്തിന്റെ, ഒരു ഗോത്രവർഗത്തിന്റെ യുദ്ധകാഹളമായിട്ടാണ് കൊരവ ഇടുന്നത്. സ്ത്രീകളാണ് പൊതുവില് കൊരവ ഇടാറുള്ളത്. ദേവിയെ സന്തോഷിപ്പിക്കാനാണ് കൊരവ ഇടുന്നതെന്നാണ് പറയാറ്. കാരണം ദേവിക്ക് കൊരവ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ദേവി യുദ്ധസമയത്ത് വിജയഭേരിയായിട്ട് മുഴക്കുന്നത് ദേവിയുടെ നാവിൽ നിന്ന് തന്നെ വരുന്നതും കുരവയാണെന്നാണ് സങ്കല്പം. അതുകൊണ്ടാണ് കോറവ എന്നുള്ള പേര് തന്നെ അമ്മയ്ക്ക് വന്നത്. ഇതൊരു പുരാതനമായ സങ്കല്പമാണ്. ഇന്ന് ഇതിനെപ്പറ്റിയൊന്നും ആർക്കും അറിയാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാത്തൊരു സാഹചര്യമാണ്. പലരും ഇതിനു വേണ്ടിയിട്ട് റിസർച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ തീസിസൊക്കെ നമുക്ക് വായിക്കാൻ കിട്ടും. ആ തീസിസുകളൊക്കെ വായിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് നമുക്കിതിൽ അറിയാൻ കഴിയും. പല ക്ഷേത്രങ്ങളിൽ നിന്നും ആ കലമാൻ കൊണ്ടൊക്കെ പവിത്രമായി ആചരിച്ചു പോകുന്ന ഒരു സമ്പ്രദായം നിലവിലുണ്ട്.